ഫൺ ക്ലബ് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടായി ഹൈസ്കൂളിലാണ്. അപ്പോൾ സിംഗുവിൻ്റെ എല്ലാ ഫാൻസും ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഫൺ ക്ലബിൻ്റെ മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഇതിൽ സിംഗു ഫൺ ക്ലബിൻ്റെ ലീഡർ ഉണ്ട്. ആരത്? ഓക്കെ, അപ്പോൾ ഇത്ര പേരുണ്ട്. ഇതിൽ മേഘ തന്നെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ? അത് എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ തിരഞ്ഞെടുത്താണ്. ആണോ? മേഘയാണ് ലീഡർ ആവണമെന്ന് എല്ലാവർക്കും ഇഷ്ടം ആണോ? മേഘയാണോ അതിന് ഉചിതമായിട്ടുള്ള ആള്? ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണേ ആർക്ക് വേണ്ടിയാ? സിംഗുവിന് വേണ്ടിയല്ലേ? അപ്പോൾ സിംഗു ഫൺ ക്ലബിന്റെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ടീം ലീഡർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം മേഘയുടെ ഒരു പാട്ടിന്റെ ഒപ്പം തുടങ്ങാം അല്ലേ? അപ്പോൾ മേഘ ഒരു അടിപൊളി പാട്ട് പഠിക്കും. വിജനസുരഭീവാടികളിൽ അകലെവിടെ പോയി നീ, സജലമിഴികൾ തേടുകയായി ഹൃദയനാഥാവരൂ, വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂകിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേകുവാൻ പ്രിയനു പരിഭവമോ. സിംഗു ഫൺ ക്ലബിന്റെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ടീം ലീഡർ മേഘ നല്ലൊരു അടിപൊളി കിടിലം പാട്ടൊക്കെ പാടി. ഇതിന് മെമ്പേഴ്സിൽ നല്ല കലാകാരന്മാരൊക്കെ ഉണ്ട് ഒരുപാട്, എനിക്കറിയാം. അപ്പൊ മേഘ ഇതിൽ നല്ലൊരാളെ പോയി വിളിച്ചേ. ഇപ്പൊ എന്റെ കൂടെയുള്ളത് ഒരു കൊച്ചു സുന്ദരിയാണ്. നമ്മളുടെ പേരെന്താ? അപർണ. അപർണയ്ക്ക് സിംഗുനെ ഭയങ്കര ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ സിംഗുനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ സിംഗുവിന് വേണ്ടി എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം. എന്താ ചെയ്യുമ്പോണേ? എന്തൊരു കഥയും പാട്ടും. നല്ലൊരു പാട്ട് പഠിക്കേ. മേലെ ആകാശം, അവിടുന്ന് വീണാത്ത താഴെ ഹോസ്പിറ്റൽ, അവിടുന്ന് കിട്ടും ഇഞ്ചക്ഷൻ, മോനെ അപ്പുക്കുട്ട ബൂസ്റ്റ് കുടിച്ചാലോ, മോളെ മീനാക്ഷി മക്കളെ. ചെറുതായിരുന്നു, ഞാൻ നേരെ കേട്ടില്ല, മെല്ലെ പാടിയുള്ളൂ. നല്ലൊരു കഥ പറഞ്ഞേ. പണ്ട് ദേവശർമാവെന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു യജ്ഞസേനി. അവർക്കൊരു ഓമന കുഞ്ഞു പിറന്നു. രണ്ടുപേരും സദാ കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിച്ച് അമ്മ കുളിക്കാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാജഭൃത്യന്മാർ ദേവശർമാവിനെ വിളിക്കാൻ വന്നു. ദേവശർമാവ് ഉടനെ തിരിച്ചു വരാമെന്നും കരുതി കുഞ്ഞിനെ തനിച്ചാക്കി കൊട്ടാരത്തിലേക്കും പോയി. കുളിച്ചു കഴിഞ്ഞ് വന്ന അമ്മ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. ഉമ്മലത്തുണ്ടൊരു കീരി, അതിൻ്റെ വായേലും ദേഹത്തിലും ഒക്കെ ചോരയും. തൻ്റെ കുഞ്ഞിനെ ഈ കീരി കടിച്ചു കൊന്നിരിക്കും, തീർച്ച. അവൾ കയ്യിൽ കിട്ടിയ വടി കൊണ്ട് കീരിയെ തല്ലി കൊല്ലുകയും ചെയ്തു. അവൾ അടക്കാനാകാത്ത ദുഃഖത്തോടെ അകത്തു ചെന്ന് നോക്കിയപ്പോൾ അതിലും വിചിത്രം. കുഞ്ഞ് സുഖമായി കിടന്നു കളിക്കുന്നു. കുഞ്ഞിൻ്റെ അടുത്തായി ഒരു പാമ്പ് 4-5 കഷ്ണങ്ങളായി ചത്തുകിടക്കുകയും കണ്ടു. തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച കീരിയെ താൻ തന്നെ തല്ലിക്കൊന്നല്ലോ എന്നോർത്ത് അവൾ വല്ലാതെ ദുഃഖിച്ചു. എല്ലാവരും നാടൻ പാട്ടിന്റെ ഗ്രൂപ്പാണ്. അടിപൊളി ഒരു പാട്ട് പഠിക്കേ. താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ
എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കേരെ വിളച്ചുപട്ടേ തുണ്ടുകയാ മാലിനങ്കേരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കേരെ വിളച്ചുപട്ടേ തുണ്ടുകയാ മാലിനങ്കേരെ മാലിനങ്കേരെ തെങ്കാശി കൊമരിനങ്കേരെ കൊമരിനങ്കേരെ തെങ്കാശി മാലിനങ്കേരെ മാലിനങ്കേരെ തെങ്കാശി കൊമരിനങ്കേരെ കൊമരിനങ്കേരെ തെങ്കാശി മാലിനങ്കേരെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ മാലിനങ്കര തെങ്കാശി മുതുമലങ്കുണ്ട് മാലിനങ്കര തെങ്കാശി മുതുമലങ്കുണ്ട് മാലിനങ്കര തെങ്കാശി മുതുമലങ്കുണ്ട് മാലിനങ്കര തെങ്കാശി മുതുമലങ്കുണ്ട് മാലിനങ്കേരെ തെങ്കാശി കൊമരിനങ്കേരെ കൊമരിനങ്കേരെ തെങ്കാശി മാലിനങ്കേരെ മാലിനങ്കേരെ തെങ്കാശി കൊമരിനങ്കേരെ കൊമരിനങ്കേരെ തെങ്കാശി മാലിനങ്കേരെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ സിംഗു ഫൺ ക്ലബിലെ ഒരു അടിപൊളി കിടിലൻ നാടൻപാട്ട് കഴിഞ്ഞു. അപ്പോൾ സിംഗുവിനൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. ഇനി മേഘയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പേരെന്താ? അശ്വതി, പവിത്ര. ഓക്കെ, സിംഗുവിനുണ്ട് എന്താ ചെയ്യാൻ പോണേ? നാടൻപാട്ട്. താനിന്ന താനിന്ന താനിനെ തക താനിന്ന താനിന്ന താനിനെ താനിന്ന താനിന്ന താനിനെ തക താനിന്ന താനിന്ന താനിനെ ചന്നം ഭിന്നമായ പോയിക്കേണ് കറുത്ത മാനത്തെ കൊടുക്കുമോ നിലത്തി പെയ്യണ മഴയും നമ്മുടെ പെരയ്ക്കു മേളില് കൊടയണ് ചന്നം ഭിന്നമായ പോയിക്കേണ് കറുത്ത മാനത്തെ കൊടുക്കുമോ നിലത്തി പെയ്യണ മഴയും നമ്മുടെ പെരയ്ക്കു മേളില് കൊടയണ് ചന്നം ഭിന്നമായ ചന്നം ഭിന്നമായ പോയിക്കേണ് കറുത്ത മാനത്തെ കൊടുക്കുമോ നിലത്തി പെയ്യണ മഴയും നമ്മുടെ പെരയ്ക്ക് മേളില് കൊടയണ് കാറ് കൊണ്ടി മാനം നമ്മുടെ കരള് കിടന്ന് പെടക്കണ് ആനവാലൻ തേര് കൊണ്ടി മയവില്ലിമ്പിടി തെളിഞ്ഞടി കാറ് കൊണ്ടി മാനം നമ്മുടെ കരള് കിടന്ന് പെടക്കണ് ആനവാലൻ തേര് കൊണ്ടി മഴവില്ലിമ്പിടി തെളിഞ്ഞടി ചന്നം ഭിന്നമായ ചന്നം ഭിന്നമായ പോയിക്കേണ് കറുത്ത മാനത്തെ കൊടുക്കുമോ നിലത്തി പെയ്യണ മഴയും നമ്മുടെ പെരയ്ക്കു മേളില് കൊടയണ് വരമ്പിക്കൂയി കിടന്ന് നമ്മുടെ കുയ്യ നിലവ് തെളിഞ്ഞടി കഞ്ഞിപ്പുള്ള് കറുമ്പൻ പുള്ള നിലവി മറിഞ്ഞു കിടക്കണ് വരമ്പിക്കൂയി കിടന്ന് നമ്മുടെ കുയ്യ നിലവ് തെളിഞ്ഞടി കഞ്ഞിപ്പുള്ള് കറുമ്പൻ പുള്ള നിലവി മറിഞ്ഞു കിടക്കണ് ചനം ഭിന്നമായ ചനം ഭിന്നമായ പോയിക്കേണ് കറുത്ത മാനത്തെ കൊടുക്കുമോ നിലത്തി പെയ്യണ മഴയും നമ്മുടെ പെരയ്ക്ക് മേളില് കൊടയണ് ചന്നം ഭിന്നമായ പോയിക്കേണ് കറുത്ത മാനത്തെ കൊടുക്കുമോ നിലത്തി പെയ്യണ മഴയും നമ്മുടെ പെരയ്ക്ക് മേളില് കൊടയണ് ക്ലബില് അടുത്തതായിട്ട് മേഘയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവളുടെ പേരെന്താ? ശില്പ. എത്രയല്ല പഠിക്കുന്നത്? 10th അല്ലേ? ഓക്കെ, അപ്പോൾ സിംഗുവിന് വേണ്ടി എന്താ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ? സോങ് ആയിക്കോട്ടെ, നല്ലൊരു കിഡിലൻ സോങ് പഠിക്കും. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാറിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ
ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. സിംഗു ഫ്രണ്ട് ക്ലബിലെ ഇനി അടുത്തതായിട്ടൊരു സ്പെഷ്യൽ ഐറ്റാണ് സിംഗു മാർഗം കളി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ കോട്ടായി സ്കൂളിലെ കുട്ടികൾ പാട്ടൊക്കെ പാടി ഒരുപാട് പാട്ടൊക്കെ പാടി എല്ലാവരെയും രസിപ്പിച്ചിങ്ങനെ ഇരുത്തിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു മാർഗം കളിയാണ്. സാധാരണ മാർഗം കളി എന്ന് പറയുമ്പോൾ ചട്ടിയും മുണ്ടൊക്കെ എടുത്തിട്ട് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇനി വേണം. ഇപ്പോൾ അതൊന്നും ഇല്ലാതെ സാധാരണ കളർ ഡ്രസ്സിൽ ഇപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ഇവർ കളിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ മാർഗം കളി കാണാൻ തയ്യാറല്ലേ സിംഗു? പിടിത്തതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തെയ്തൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തൈ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തൈ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തൈ അഴിയായി വണ്ണം കാത്തരുൾവാൻ കനിവു പേശുക മാർത്തോമേ തെയ്തൈ പട്ടുടൻ പണി പുടവ പവിഴമുത്തു മാലയും തെരി അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തമ്മേ തെരി അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തമ്മേ തെരി അലങ്കരിച്ച പന്തലിൽ വന്നരുൾനവേ താങ്കുതേ താദ്യമൃതത്തെ അരുൾ ചെയ്തിതാചാരമേ എങ്ങു നിന്നീങ്ങും മുദിത്തെ അറിന്നു മതേണ്ടെന്നുമേ മുതലേ തേന്നും മോദിത്തെ അതിനീഹ കാരണമേ എങ്ങനെയെന്നും മോദിത്തെ അതുപോഴുതായവരാൽ അറിയിച്ച പോളോദിത്തെ മിതി വിഷയം പ്രതിയാൽ അടിയാൾ വന്നു ഓദിത്തെ മിതമിത നീയറിക അരജൻ ചോഴൻ ഓദിത്തെ ഇടമതിൽ നിന്നൊരു നാൾ നഴിക മുൻപേ ഒതിത്തെ ഇടമതിൽ നിന്നൊരു താഴുതിത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പണിച്ചെമ്പുമിരുമ്പും മറ്റും പലവക വീണ്ടും പണികൾ ഇന്ത്യതോ മഹിമയുടരുണികളെല്ലാം ചെയ്യും മരുതി മരുത്താം ഇത്തരമുത്തരമായുള്ള വചനം ഇറ്റവരും പണി കരുത്തിയുറച്ച് തക്കിരടത തായ്ക്കതും തിക്കിരടത തായ്ക്കതും തക്കിരടത തിക്കിരടത തക്കി താങ്കോ തളാങ്കി മൃതത്തെ ഇന്ത്യതോ മിമ്പമുടരുണികൾ തിരുമനസായി ഇയൽ വഴി തീം തീം തെയ്യന്തക്ക തികുതി തെയ്യന്തക്ക തിത്തെയ്തികുതി ഇന്ത്യതത്താദിത്താതിർദത്തെ വിശ്വവിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിരതേ താകതാം 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 തേ തിക്കിരതേ തികുതാം 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 തേ തക്കിരതേ ആ താകതാം തേ തിക്കിരതാത്തെ ആ തികുതാം തേ അങ്ങനെ തക്കിരതേ തക്കിരതേ വിശ്വവിടങ്കയിലായവനൊരുവൻ വിധിയുടെ അർജൻ തിരുമുൻപാകെ വിധി പോലെ വാനം താങ്കുറിത്തത്താതിമൃതത്തെ
മെമ്പേഴ്സ് ഒക്കെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ലീഡർ എനിക്ക് ഇവരെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. അതുല്യ, സിനിമോൾ, ഫാഹിന, ശില്പ, പാർവതി, വൃന്ദ, നിയ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ പാടാൻ പോന്നെ? വഞ്ചിപ്പാട്ട്. ഓ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഓ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ ഓ ഓ സോപാവാനത്തിങ്കൽ നിന്നും ഓ സോപാവാനത്തിങ്കൽ നിന്നും ഓ സോപാവാനത്തിങ്കൽ നിന്നും ഗമിക്കരുതാരും കൈക്കൽ സ്വഭാവനത്തിങ്കൽ നിന്നും ഗമിക്കരുതാരും കൈക്കൽ സ്വഭാവനത്തിങ്കൽ നിന്നും ഗമിക്കരുതാരും കൈക്കൽ ഓലിപവുമാമിലയുമാം ഓലിപവുമാമിലയുമാം കുസുമവുമാം ഓ അവലുമാം മലരുമാം അവലുമാം മലരുമാം ഓ അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി യഥാശക്തി ഓ മാലർ കന്യമാണവാള തോ മാലർ കന്യമാണവാള ഓ മാലർ കന്യമാണവാളനൊക്കെയുമാകും മാലർ കന്യമാണവാളനൊക്കെയുമാകും മാലർ കന്യമാണവാളനൊക്കെയുമാകും ഓ തകതൈ തികിതകതോം തകതീരതിത്തോം തോം തികിതോം. സിംഗു ഫൺ ക്ലബ് മീറ്റിംഗ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോട്ടായി ഹൈസ്കൂളിലാണ്. അപ്പോൾ ഇവിടുത്തെ സിംഗുവിൻ്റെ ഫാൻസ് എല്ലാവരും കൂടി നല്ല തകർപ്പൻ പ്രോഗ്രാം ഒക്കെ ഇവിടെ സിംഗുവിന് വേണ്ടി അവതരിപ്പിച്ചു. അപ്പോൾ മേഘ ഇനി അടുത്തതായിട്ട് ഏത് ഫ്രണ്ടിനെ വിളിക്കാൻ പോണേ? ഞാൻ എൻ്റെ ചേച്ചിയാണ് വിളിക്കാൻ പോകുന്നത്. സ്വന്തമല്ല, എന്നാലും എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ്. ആ ചേച്ചി ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ചേച്ചിയുടെ പേര് മൃദുല. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായയിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാം. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാനിക്കാറ്റിൽ കന്നിമാങ്ങ പറിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം. കുന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദന കിണ്ണം
പുന്നമട കായയിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പാട്ട് എനിക്ക് നന്നായി ഇഷ്ടമായി. സിംഗുന് ഇഷ്ടമായോ? സിംഗുന് എല്ലാവരുടെയും പ്രോഗ്രാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ നാടൻ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നല്ല സിംഗു? സിംഗു ഫൺ ക്ലബ് മീറ്റിംഗിൽ നല്ല കലാപരിപാടികളൊക്കെ കണ്ടു, ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി ഒന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് ഗെയിംസ് കളിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് ബോൾ ആൻഡ് സ്പൂൺ എന്നാണ്. അപ്പം അതിന് റെഡി ആയിട്ട് 4 നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബോയ്സ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നാണക്കേടായിട്ട് ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഗെയിംസിൽ ഞങ്ങൾക്ക് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് 2 പേര് ഇങ്ങനെ വന്നിരിക്കുകയല്ലോ നല്ല ധൈര്യത്തോടുകൂടി. അപ്പോൾ ഗേൾസിന് എന്തായാലും തോപ്പിക്കണം, ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ ഗെയിം തുടങ്ങാല്ലേ? അപ്പൊ ആദ്യത്തെ ഗെയിം കഴിഞ്ഞു. ഇതിൽ വിൻ ചെയ്തത് അനിലയാണ്. എന്നാലും ബോയ്സ് തന്നെ നിരാശപ്പെടുത്തി. എനിക്ക് നല്ല സങ്കടമുണ്ട്. കുഴപ്പമില്ല അല്ലേ? അടുത്ത ടീം വരുന്ന ബോയ്സ് എന്തായാലും ജയിക്കാൻ എനിക്ക് ഉറപ്പാണ്. അപ്പൊ അനില, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബോൾ ആൻഡ് സ്പൂൺ ഗെയിം കളിക്കാൻ അടുത്ത ടീം റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. 2 ചുണക്കുട്ടന്മാരും 2 സുന്ദരി കുട്ടികളും വന്നിട്ടുണ്ട്. പേരെന്താ? ശ്രുതി, ധന്യ, സിജുകുമാർ. ഓക്കെ, എത്രയല്ലോ പഠിക്കുന്നത്? 8th, 10th. അതാ 10th എന്ന് പറയുമ്പോൾ സംശയം. 10th. ഓക്കെ, അപ്പോൾ അടിച്ചു പൊളിക്കൂലേ? ഇനിയെങ്കിലും ബോയ്സ് ജയിക്കുക തന്നെ വേണം. ഓക്കെ, ഉറപ്പല്ലേ? ബോൾ ആൻഡ് സ്പൂൺ ഗെയിം ഭയങ്കര കോമഡി ആയിരുന്നു. ഇയാൾ വന്നിട്ട് നമ്മുടെ സിംഗുവിന്റെ കയ്യിലാണ് ശരിക്കും ഈ ബോൾ കൊടുക്കേണ്ടത്. ശരിക്കും 2 വിന്നേഴ്സാണ് ഇയാൾ വന്നിട്ട് നേരെ പോയി. അതുകൊണ്ട് പക്ഷെ സിംഗുവിന് കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം, സിംഗുവിന് വന്നിട്ട് ആ ബോൾ എല്ലാവരും കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വിന്നർ ഇപ്പൊ ശ്രുതിയാണ്. സിംഗു ഫൺ ക്ലബില് ഒരുപാട് ഇപ്പൊ ഗെയിമൊക്കെ ഒരുപാട് കണ്ടു. അതിന് ഒരുപാട് പേര് വിന്നേഴ്സ് ഒക്കെ ആയി. ഇതിപ്പോ ലാസ്റ്റ് ടീമാണ് വന്നിരിക്കുന്നത്. നിങ്ങളെങ്കിലും ബോയ്സ് ജയിച്ച് കാണിക്കണം. എന്നാലും മോളോട് ജയിക്കണ്ടെന്നല്ല, എന്നാലും ബോയ്സ് ഒരു പാട്ടോ ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ ഗെയിമിലെങ്കിലും നിങ്ങൾ വിൻ ചെയ്യണം. ഓക്കെ, പേരെന്താ? തേജലക്ഷ്മി. ആദിഷ്. ആദർശ്. സൂര്യ. എത്രയല്ലേ പഠിക്കുന്നത്? 5th, 4th. 10th. അപ്പൊ ശ്രദ്ധിക്കുക, നേരത്തെ ബോൾ നേരെ പോയാലോ പോയത്. സിംഗുവിന്റെ കയ്യിൽ തന്നെ ബോൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, അവസാനത്തെ ഗെയിം ഇവിടെ തീർന്നു. അപ്പൊ ഇതിൽ വിൻ ചെയ്തത് സൂര്യയും ആദിഷും ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ബോയ്സ് 2 പേരുമാണ് ഒരുമിച്ച് ജയിച്ചത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ.